ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. ഞാൻ വിയവരം ജോർജ് കുട്ടി. പിന്നിട്ട് 50 പരം വർഷങ്ങളായി ഞാൻ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നു. ഇതിനോടകം ബൈബിളിലെ ഉപദേശ സംബന്ധമായ പല വിഷയങ്ങളും പലരോട് തർക്കിച്ചു വാദിക്കുവാനുമൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വിശ്വാസ സ്നാനത്തെക്കുറിച്ച് തർക്കിച്ചപ്പോൾ ചിലർ എന്നോട് പറഞ്ഞ ഒരു വാചകം ഇപ്രകാരമാണ്: എഫേസ്യ ലേഖനം 6 അധ്യായം 1-2 വാക്യങ്ങൾ 1-2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അവിടെ അവരെന്നോട് പറഞ്ഞത്, തിരുവചനത്തിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും അവർ പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നതാണ് നല്ലത് എന്ന്. തീർച്ചയായും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, മാതാപിതാക്കന്മാരെ നാം അനുസരിക്കണം. എന്നാൽ മാതാപിതാക്കന്മാരെക്കാൾ പ്രധാന സ്ഥാനം നൽകേണ്ടത് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിനാണ്. മാതാപിതാക്കന്മാരും നാമുമായിട്ടുള്ള ബന്ധം ഈ ഭൂമിയിൽ ജീവനോടുകൂടെ ഇരിക്കുന്ന കാലം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധങ്ങൾ നമുക്ക് മരണശേഷം ഉണ്ടായിരിക്കുകയില്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ ദൈവം നമുക്ക് തന്നതാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. അവരെ നാം സ്നേഹിക്കണം, അവരെ നാം ബഹുമാനിക്കണം, അവർ പറയുന്നത് അനുസരിക്കണം. എന്നാൽ ദൈവം പറയുന്നതിന് വിരുദ്ധമായ രീതിയിൽ അവർ നമ്മളോട് ഉപദേശിച്ചാൽ അത് നാം സ്വീകരിക്കേണ്ടതാകുന്ന യാതൊരു കാര്യവുമില്ല. കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായം 59 വാക്യം വായിക്കുമ്പോൾ, ഒരുത്തനോട് യേശു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരേണം എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് ആ ഭാഗം കേട്ടപ്പോൾ സ്വന്തം പിതാവിനെ അടക്കാൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചില്ല എന്നൊരു പ്രയാസം എൻ്റെ മനസ്സിലും തോന്നി. എന്നാൽ വചനം പഠിച്ചപ്പോൾ അങ്ങനെയല്ല. യേശു ഭൂമി വന്നപ്പോൾ യേശുവിനെ ഒരു കൂട്ടം ജനം അംഗീകരിച്ചില്ല. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ കർത്താവിനെ അംഗീകരിച്ച ഏറ്റുപറയുകയുണ്ടായി. യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് ഒരു തെറ്റായിട്ട് അവർക്ക് തോന്നി. അന്ന് യേശുവിനെ അവരറിഞ്ഞത് മറിയയുടെ പുത്രൻ എന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ശരിയായ പിതാവില്ലാതെ ഉണ്ടായ മകൻ എന്ന രീതിയിലാണ് മറിയയുടെ മകൻ എന്ന രീതിയിൽ അറിയപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ മാതാപിതാക്കന്മാർ ഒരിക്കലും മക്കൾ യേശുവിനോടുകൂടെ പോകുവാൻ ആ കാലത്ത് പലരും അനുവദിച്ചില്ല. അപ്പോൾ ഇവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു കാണും, എൻ്റെ കാലശേഷം മാത്രമേ നീ ആ യേശുവിൻ്റെ കൂടെ പോകാമെന്നോ വല്ലതും പറഞ്ഞു കാണും. അപ്പോൾ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ മാതാപിതാക്കന്മാരെ എൻ്റെ പിതാവിനെ കുടിച്ചിട്ട ശേഷം ഞാൻ വന്ന് നിന്നെ അനുഗമിക്കാം എന്ന് വെച്ചാൽ എൻ്റെ പിതാവ് ജീവനോടുകൂടെ ഇരിക്കുമ്പോൾ അങ്ങയുടെ കൂടെ വരുവാൻ അനുവദിക്കത്തില്ല. പിതാവിനെ അടക്കിയിട്ടൊക്കെ വന്നിട്ട് ഞാൻ അനുഗമിക്കാമെന്നാവും പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിരട്ടെ, നീയോ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവിടെ കർത്താവ് മാതാപിതാക്കന്മാരെക്കാൾ പ്രാധാന്യത കൊടുത്തത് യേശുവിൻ്റെ വചനങ്ങൾക്കാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. മാതാപിതാക്കന്മാരെ എല്ലാറ്റിലും അനുസരിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിനാണ് പ്രാധാന്യത കൊടുക്കേണ്ടത്. അബ്രഹാം ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാരുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാമിനും അബ്രഹാമിൻ്റെ പിതാവിനും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ജോലിയായിരുന്നു. ഒരു വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാമിനോടാണ് ദൈവം പറഞ്ഞത്, നീ നിന്റെ ദേശത്തെ വിടണം,
ചാർച്ചക്കാരെ വിടണം, നിന്റെ പിതൃഭവനത്തെ വിടണം. അബ്രഹാം അത് കേട്ട് പുറപ്പെട്ടത് കൊണ്ടാണ് ബൈബിൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ പിൻഗാമികളെന്നും അബ്രഹാമിൻ്റെ മക്കളെന്നുമുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പിതാവായ തേരകനെ അബ്രഹാം അനുസരിച്ച് നിന്നിരുന്നെങ്കിൽ അബ്രഹാം ഇന്നും ദൈവഭാഗത്ത് വരികയോ അബ്രഹാമിൽ കൂടെ ഒരു ജനറേഷൻ അനുഗ്രഹിക്കപ്പെടുകയോ ചെയ്യയില്ലായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ബൈബിളിലെ മറ്റൊരു കഥാപാത്രമാണ് ഗിദെയോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 25-26 വാക്യം. അന്ന് രാത്രി യഹോവ ഗിദെയോനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. ഈ ദുർഗത്തിന് മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിയുക എന്ന് പറഞ്ഞു. ഗിദെയോന്റെ പിതാവും അവിടെ വായിക്കുന്നത് ബാൽ ദൈവത്തെ, ബാലിൻ്റെ ബലിപീഠം ഉണ്ടാക്കി ബാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. ദൈവം പറഞ്ഞു, അതെല്ലാം ഇടിച്ചു നിരത്തണം. ഇടിച്ചു നിരത്തിയിട്ട് നീ എനിക്ക് വേണ്ടി ഒരു യാഗപീഠം പണിയണം. ഗിദെയോൻ പിതാവിനെ അനുസരിച്ച് ജീവിച്ചിരുന്നു എങ്കിൽ ഇന്നും ബാലിൻ്റെ ബലിപീഠത്തിൽ യാഗം കഴിച്ച് ആ രീതിയിൽ മുമ്പോട്ട് പോകുമായിരുന്നു എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ എഴുതിയതിൽ പ്രധാനപ്പെട്ട ചില പേരാണ് കോരപുത്രന്മാർ. കോരകിൻ്റെ പുത്രന്മാരാ. ആ കോരകിൻ്റെ പുത്രന്മാർ എന്ത് ചെയ്തു? മോശയുടെ കാലത്ത് മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിനെതിരായ ഒരു മത്സരമുണ്ടായി. ആ മത്സരത്തിന് നേതൃത്വം കൊടുത്തവർ കോരഗ്, ദാദാൻ, അബീരാം ആദിയായവരും അവരോടുകൂടെ ചേർന്ന് 250 പേരും ഉണ്ടായിരുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, വലിയ മത്സരം നടക്കുന്നു, അവിടെ ഇടപെടണമേ. ദൈവം എഴുന്നള്ളി. ദൈവം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ജനം കൂടുവാൻ പറഞ്ഞു. എല്ലാവരും കൂടി ദൈവം തിരഞ്ഞെടുത്തവരെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ 2 കൂട്ടമായി ഡിവൈഡ് ചെയ്തു. ഒന്ന് മോശയും അഹ്റോനും തന്നോടുകൂടെയുള്ള പുരോഹിതന്മാരും, മറുഭാഗത്ത് കോരഗ്, ദാദാൻ, അബീരാം എന്നിവരും അവരുടെ കൂടെ 250 പേരും. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കോരഗ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കോരഗിൻ്റെ പുത്രന്മാർ തൻ്റെ കൂടെ ഇല്ല, മോശയുടെ പാളയത്തിൽ നിൽക്കുന്നു, എതിർപക്ഷത്ത് നിൽക്കുന്നു. അപ്പോൾ ഒരു സ്വന്തം പിതാവെന്ന രീതിയിൽ മക്കൾ തങ്ങളുടെ കൂടെ നിന്നതിൽ എത്ര ഭാരമുണ്ടായി കാണും. ഒരു പക്ഷേ ഈ കോരഗ് വിളിച്ചു പറഞ്ഞു കാണും, ദൈവം പറഞ്ഞത് നീ വായിച്ചിട്ടില്ലയോ? നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അവരെ അനുസരിക്കുക. അപ്പനെയും അമ്മയെ അനുസരിക്കാത്തവരുടെ കണ്ണ് തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കും. പിള്ളാരെ നിങ്ങൾ ഇങ്ങു വാ, എൻ്റെ അടുക്ക വാ, എൻ്റെ പക്ഷത്ത് വാ എന്നൊക്കെ പറഞ്ഞു കാണും. എന്നാൽ കോരപുത്രന്മാർക്കറിയാം ഞങ്ങളുടെ പിതാവെടുത്ത സ്റ്റാൻഡ് ശരിയല്ല. അവർ ദൈവിക നേതൃത്വത്തിനെതിരായി ദൈവത്തോടാണ് മത്സരിച്ചിരിക്കുന്നത്. അവർ സത്യത്തോടുകൂടെ നിന്നു, അവർ മോശയോടുകൂടെ നിന്നു. അവർ നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. കോരഗ്, ദാദാൻ, അബീരാം എന്നിവരുടെ കാൽ കീഴെ നിന്ന് ഭൂമി മാറിപ്പോയി. കോരഗ്, ദാദാൻ, അബീരാം എന്നിവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. അവരുടെ നിലവിളി ഒരു പ്രകമ്പനം പോലെ അവിടെ മുഴങ്ങിക്കേട്ടു. അല്ലയോ കോരപുത്രന്മാരെ, നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിച്ച് നിന്നിരുന്നു എങ്കിൽ നിങ്ങളും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ നിങ്ങൾ അവിടുന്ന് മാറി അവരാ ഭൂമി മാറിയത് കണ്ടോണ്ട് ആ സമയത്ത് അവർ പാടിയ പാട്ടാണ് 46-ാം സങ്കീർത്തനം. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന പാട്ട് അവർ പാടി. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അവരുടെ കോരകൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അവർ ഭൂമി കാണത്തില്ല. എന്നാൽ അവർ മോശയുടെ പക്ഷത്ത് വന്നതുകൊണ്ടാണ് അവരാ പാട്ടുപാടി. ആ സങ്കീർത്തനം ഇന്നും നാം വായിക്കാറുണ്ട്. 46-ാം സങ്കീർത്തനം. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാണ്, കക്ഷങ്ങൾ അവർ ഏറ്റവും അടുത്ത തുണയാണ്. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൻ്റെ മധ്യേ വീണാലും ഒക്കെ ഞങ്ങൾ ഭയപ്പെടത്തില്ല. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ പറയട്ടെ, മാതാപിതാക്കന്മാർ തെറ്റായ ഉപദേശം തന്നാൽ നമ്മൾ അനുസരിക്കണം എന്നില്ല. നമ്മൾ വളരെ ബഹുമാനിക്കുന്ന അപ്പോസ്തലന്മാരിൽ അഗ്രഗണനീയനായിരുന്നു വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം സൂക്ഷ്മതയോടെ പഠിച്ചവനാണ്. ന്യായപ്രമാണം സംബന്ധിച്ചൊരു കുറ്റവും പറയുവാനില്ല. വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചവനാ. എന്നാൽ കർത്താവിൻ്റെ ദർശനമുണ്ടായപ്പോൾ താൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം
16ഉം 17ഉം വാക്യം. ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോയി ഡെമസ്കോസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. പൗലോസ് പറയുകയാണ്, എനിക്ക് കർത്താവിൻ്റെ ദർശനമുണ്ടായപ്പോൾ ജഡരക്തങ്ങൾ എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാൻ ആലോചിച്ചില്ല, എൻ്റെ ബന്ധത്തിൽപ്പെട്ട് ആരോടും ചോദിച്ചില്ല. ദൈവത്തെ പ്രസാദിപ്പാൻ താൻ ഇറങ്ങി പുറപ്പെട്ടെന്നാ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, മാതാപിതാക്കന്മാരെ അനുസരിക്കണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിലും ദൈവത്തെക്കാൾ കൂടുതലായി മാതാപിതാക്കന്മാർ പറയുന്നത് നമ്മൾ കേൾക്കണ്ട. പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവവചനം വായിക്കുക. ദൈവവചനത്തിന് വിരുദ്ധമായി മാതാപിതാക്കന്മാർ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം അത് ചെയ്യേണ്ടതില്ല. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. അതിനായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ ശേഷമുള്ള സ്ഥാനത്തെക്കുറിച്ച് മുൻവിധി കൂടാതെ നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പ്രസംഗിച്ച സ്ഥാനം തിരുവചന വെളിച്ചത്തിൽ ശിശുസ്ഥാനം തെറ്റോ ശരിയോ എന്ന വിഷയത്തെക്കുറിച്ച് 9 പാട്ടുകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കയറി വിയവരം ജോർജ് കുട്ടി എന്നടിച്ചാൽ നിങ്ങൾക്ക് ആ പ്രസംഗം ലഭ്യമാണ്. അത് കാണുക, കേൾക്കുക, സത്യമെങ്കിൽ അംഗീകരിക്കുക. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.